സെൻട്രൽ ടെൻഡൻസിയിലെ അടുത്ത ടോപ്പിക്ക് മോഡാണ്. മീൻ, മീഡിയൻ കഴിഞ്ഞു മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കൂ, 3 ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഏത് ഐറ്റമാണ്? ഇതാണ് അല്ലേ. ഏറ്റവും കൂടുതൽ തവണ എന്നുള്ളതിനെയാണ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 നോക്കുമ്പോൾ ഇതിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വലുത് ഏതാണ്? ഇതല്ലേ. അപ്പോൾ ദിസ് ഈസ് ദ മോഡ്. Mode of a data is defined as the value that is repeated most often in the data. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന സംഖ്യ. It is the observation having maximum frequency in the data. ഏറ്റവും വലിയ ആവർത്തിയുള്ള സംഖ്യയാണ് മോഡ് എന്ന് പറയുന്നത്. Mode is sometimes called fashionable average or business average. അങ്ങനെ വിളിക്കും എന്നുള്ളതാണ്. ശരി. കമ്പ്യൂട്ടിംഗ് ദ മോഡ് ഫ്രം റോ ഡാറ്റ. 3 തരം ഡാറ്റയുണ്ട്. ഇതൊക്കെയാണ് റോ ഡാറ്റ, ഡിസ്ക്രീറ്റ് ഡാറ്റ, കണ്ടിന്യൂസ് ഡാറ്റ. റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ വെറുതെ കുറേ സംഖ്യകളെ തരുന്നതിനെയാണ് റോ ഡാറ്റ പറയുക. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ എക്സും തരും, എഫും തരും. പിന്നെ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ക്ലാസും ഫ്രീക്വൻസിയും. അപ്പോൾ റോ ഡാറ്റ പറഞ്ഞാൽ കുറേ സംഖ്യകൾ തന്നാൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന സംഖ്യ ഏതാണ് നോക്കുക, അതിനെയാണ് മോഡ് എന്ന് പറയുക. For a raw data, mode is the value which appears most often in the data. It is observation which appears maximum number of times in the data. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന സംഖ്യയെ മോഡ് എന്ന് വിളിക്കുന്നു. The age of 6 persons who participated in an interview were 6 പേരുടെ വയസ്സ് തന്നിട്ടുണ്ട്. ഇതിൽ മോഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലൊന്നും ചെയ്യാനില്ല, ചുമ്മാ അങ്ങ് നോക്കുക. നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുക. 21 മോഡ് ഇസ് ഈക്വൽ ടു 20. അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ ചില ഡിസ്ട്രിബ്യൂഷനിൽ ഒരു സംഖ്യ മാത്രമേ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുള്ളൂ. ഇനി ഡിസ്ട്രിബ്യൂഷൻ there may be 1, ചിലതിൽ 2 ഉണ്ടാവും. അതായത് ചിലപ്പോൾ 2 സംഖ്യകൾ കൂടുതൽ തവണ ആവർത്തിക്കും, ചിലപ്പോൾ 2ൽ കൂടുതൽ സംഖ്യകളും ആവർത്തിക്കും. A distribution which has a single mode is called unimodal. ഒരു മോഡേ ഉള്ളുവെങ്കിൽ അതിനെ എന്ത് പറയും? യൂണിമോഡൽ എന്ന് പറയും. ഇഫ് ഇറ്റ് ഹാസ് 2 modes, 2 സംഖ്യകൾ അങ്ങനെ കൂടുതൽ തവണ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക? ബൈമോഡൽ എന്ന് പറയും. നമ്മൾ ബൈസൈക്കിൾ എന്നൊക്കെ പറയില്ലേ, 2 എന്നുള്ള അർത്ഥം. അപ്പോൾ ഒരെണ്ണമാണ് കൂടുതൽ തവണ ആവർത്തിച്ചതെങ്കിൽ യൂണിമോഡൽ, 2 എണ്ണമാണ് ആവർത്തിച്ചതെങ്കിൽ ബൈമോഡൽ. ഇഫ് ഇറ്റ് ഹാസ് മോർ ദാൻ 2 modes, 2ൽ കൂടുതൽ സംഖ്യകൾ ആവർത്തിച്ചാലോ മൾട്ടി മോഡൽ. അപ്പം അങ്ങനെ 3 വാക്ക് പഠിച്ചു. യൂണിമോഡൽ, ഒരു സംഖ്യയാണ് ആവർത്തിക്കുന്നതെങ്കിൽ യൂണിമോഡൽ, 2 സംഖ്യകൾ കൂടുതൽ തവണ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ബൈമോഡൽ, 2ൽ കൂടുതൽ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ മൾട്ടി മോഡൽ. Mr. Vijay Kumar, the physical education teacher of a school, is trying to determine the average height of students in the cricket team of the school. അപ്പോൾ PT ടീച്ചർ കുറേ കുട്ടികളുടെ ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ആ ഹൈറ്റ് കാൽക്കുലേറ്റ് ദ മോഡ്. അപ്പോൾ മോഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ജസ്റ്റ് സംഖ്യകളെ നോക്കുക, ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് നോക്കുക. പക്ഷേ ഈ ചോദ്യത്തിൽ കണ്ടോ, 74 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, 1 2 3 76 1 കണ്ടോ. അപ്പോൾ 2 എണ്ണവും ഒരേപോലെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയും? 2 modes ഉണ്ട്, 74 76, രണ്ടും ആൻസറാണ്. ഒരെണ്ണേ ഉള്ളുവെങ്കിൽ യൂണിമോഡൽ. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ബൈമോഡൽ എന്ന് വിളിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന സംഖ്യ എത്ര എണ്ണം ഉണ്ടോ അതിനെ അങ്ങോട്ട് എഴുതി വെച്ചാൽ ഉത്തരം. മോഡ് ഫ്രം എ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സും എഫും തന്നിട്ടുണ്ടാവും, അതിൻ്റെ മോഡ്. മോഡ് ഓഫ് എ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ ഒബ്സർവേഷൻ വിച്ച് അപ്പിയേഴ്സ് എ മാക്സിമം നമ്പർ ഓഫ് ടൈംസ്. ദാറ്റ് ഈസ് ദ ഒബ്സർവേഷൻ ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി. അതായത് ഏതിനാണോ ഏറ്റവും വലിയ എഫ് ഉള്ളത് അതാണ് മോഡ്. എക്സ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, എഫ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും വലിയ എഫ് ഉള്ള സംഖ്യ ഏതാണോ അതാണ് അതിൻ്റെ മോഡ്. ഏതാണെന്ന് കാണിച്ചു തരുന്നത് കണക്ക്. The following distribution shows the size of shirts sold on a textile shops.
കാൽക്കുലേറ്റ് ദ മോഡ്. ഇതാ കണ്ടോ, ഇതിനെ എക്സ് ആക്കി എടുക്കുന്നു, ഇതിനെ എഫ് ആക്കി എടുക്കുന്നു. സൈസ് എക്സും നമ്പർ ഓഫ് ഷർട്ട്സ് സോൾഡിനെ എഫും. അതായത് 36 ഇഞ്ച് ഉള്ളത് 15 എണ്ണം, 38 ഇഞ്ച് ഉള്ളത് 22 എണ്ണം. അതാണ് ഇതിൻ്റെ. ഇതിൽ മോഡ് ഏതാണ് നോക്കണമെങ്കിൽ ഏറ്റവും വലിയ, ഇത് എക്സും ഇത് എഫും അല്ലേ, അപ്പം ഏറ്റവും വലിയ എഫ് ഏതാ നോക്കുക. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 31. 31 നേരെ വരുന്ന എക്സ് എന്താണോ അതാണ് ഉത്തരം, മോഡ്. അല്ലാണ്ട് 31 അല്ല മോഡ്. ഇത് എഫും ഇത് എക്സും. അപ്പോൾ ഏറ്റവും വലിയ എഫിൻ്റെ നേരെ ഉള്ള ഈ സംഖ്യയാണ് മോഡ് എന്ന് പറയുക. ഇത് കണ്ടോ, ഇത് ഗിവൺ ഫ്രീക്വൻസി ഒബ്സർവേഷൻ ഹാവിങ് മാക്സിമം ഫ്രീക്വൻസി ഈസ് 40. ഏതിനാണോ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് അതാണ് മോഡ്. അപ്പോൾ 36-ന് 15, 38-ന് 22, 40-ന് 31, 42-ന് 30, 44-ന് 20. അപ്പോൾ ഏതിനാണോ കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് അവിടെ നോക്കുക. കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഏതിനാണ്? 40-നാണ് ഏറ്റവും വലിയ ഫ്രീക്വൻസി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് മോഡ് ഏതാണ്? 40. ഇനി അടുത്തത് പഠിക്കാനുള്ളത് മോഡ് ഫ്രം എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ക്ലാസ് തന്നിട്ടുണ്ടാവും, ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും, മോഡ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ മീഡിയനിലെ പോലെ തന്നെ നമ്മളവിടെ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചല്ലോ, അതേപോലെ വി ഹാവ് ടു ലൊക്കേറ്റ് ദി ക്ലാസ് കോൾഡ് മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. മോഡൽ ക്ലാസ് എങ്ങനെ കണ്ടുപിടിക്കും? ഏത് ക്ലാസ്സിനാണോ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് അതാണ് മോഡൽ ക്ലാസ്. ദ മോഡൽ ക്ലാസ് ഇസ് ദ ക്ലാസ് ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ഏതാണെന്ന് നോക്കുക, അതാണ് മോഡൽ ക്ലാസ്. ഓക്കെ, എന്നിട്ട് മോഡൽ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാലോ അതാണ് ഫോർമുല L+. ഫോർമുല കാണുമ്പോൾ പേടിക്കണ്ട, ഇതാണ് ഫോർമുല. L+ F1 - F0 × C ഡിവൈഡഡ് ബൈ 2F1 - F0 - F2. അപ്പോൾ അതിൽ കണ്ടോ, ഇത് ശ്രദ്ധിക്കണം. L കഴിഞ്ഞിട്ട് സ്പേസ് കഴിഞ്ഞ് ഒരു പ്ലസ് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇത് എഴുതുന്നത്. L എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡൽ ക്ലാസിൻ്റെ ലോവർ ബൗണ്ട്. F1 എന്ന് പറഞ്ഞാലോ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്, ആ മോഡൽ ക്ലാസ്സിന് നേരെയുള്ള എഫ്. F0 എന്ന് പറഞ്ഞാലോ ഫ്രീക്വൻസി ഓഫ് ദ പ്രീസീഡിങ് ക്ലാസ്, മോഡൽ ക്ലാസ്സിൻ്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് F0. അതേപോലെ F2 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി തൊട്ട് താഴെയുള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് F2. C എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവൽ. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ സാധനങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ബേജാറാകരുത്. കണക്ക് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. ഈ ഫോർമുല മാത്രം പഠിച്ചു വയ്ക്കുക. ഏതാണത്? L+ F1 - F0 × C by 2F1 - F0 - F2. കണ്ടോ, കണക്ക് സിമ്പിളാണ്. ക്ലാസ് തന്നു, ഫ്രീക്വൻസി തന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്യുക അങ്ങനെ ഒരു പരിപാടിയില്ല. ആകെ എന്താ നോക്കുക, ഏത് ക്ലാസ്സിനാണ് ഏറ്റവും വലിയ കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് നോക്കുക. 0 to 10 ക്ലാസ് 10 ഇങ്ങനെയില്ലേ, ഈ ഏത് ക്ലാസ്സിനാണ് ഏറ്റവും വലിയ ഫ്രീക്വൻസി? 20 to 30-നാണ് ഏറ്റവും വലിയ ഫ്രീക്വൻസി 27. അപ്പോൾ ഏതാണ് മോഡൽ ക്ലാസ്? ഹയസ്റ്റ് ഫ്രീക്വൻസി ഈസ് 27. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഏതാണ്? 20 to 30. സോ മോഡൽ ക്ലാസ് ഈസ് 20 to 30. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഫോർമുല എഴുതാം. L എന്ന് പറഞ്ഞാൽ എന്താണ്? 20. ഈ ക്ലാസ്സിൻ്റെ ലോവർ ബൗണ്ട് ഏതാണോ 20. ഇനി F1 F0 F2 ഇതാണല്ലോ ഇത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി F1, തൊട്ട് മുന്നത്തത് F0, തൊട്ട് ബാക്കിലുള്ളത് F2. ഇത്രയും പഠിച്ചാൽ മതി. ഏതാണോ മോഡൽ ക്ലാസ് അതിൻ്റെ ഫ്രീക്വൻസിനെ എന്ത് വിളിക്കും? F1. ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളതിനെ F0, തൊട്ട് പുറകിലുള്ളതിനെ F2. ഇനി C എന്ന് പറഞ്ഞാൽ 20 to 30-ൻ്റെ ഇൻ്റർവൽ എത്രയുണ്ട്? 10. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം മോഡൽ ക്ലാസ് കാണാൻ പറഞ്ഞാൽ ഏത് ക്ലാസ്സിനാണോ ഏറ്റവും വലിയ ഫ്രീക്വൻസി ഉള്ളത് നോക്കി. അപ്പോൾ 20 to 30-നായിരുന്നു. അപ്പോൾ മോഡൽ ക്ലാസ് 20 to 30 എന്ന് എഴുതി, മോഡിൻ്റെ ഫോർമുല എഴുതി. ഈ ഫോർമുലയൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിച്ചെഴുതണം. ഇനി L എന്ന് പറഞ്ഞാൽ ലോവർ ബൗണ്ട്, നമുക്ക് കിട്ടിയ ഈ ക്ലാസ്സിൻ്റെ ലോവർ ബൗണ്ട് 20 എഴുതി. ഇനി ആ ക്ലാസ്സിൻ്റെ നേരെയുള്ളത് F1, 27ആണ് F1, തൊട്ട് മുന്നേ ഉള്ള 18 F0, തൊട്ട് പുറകെ ഉള്ള 20 F2. C എന്ന് പറഞ്ഞാൽ ഈ 20 to 30-ൻ്റെ ഇൻ്റർവൽ ക്ലാസ്. അതുകൊണ്ടോ എഴുതി F0, F1, F2. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 25.625 കിട്ടി ഉത്തരം. മോഡ് വളരെ സിമ്പിളാണ്.
ഒരു കണക്കും കൂടെ തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ മോഡ്. അപ്പോൾ ഇതിലൊന്ന് നമ്മൾ ആ മീഡിയനിൽ ചെയ്തപോലെ ഒരു ഇത് വരുന്നുണ്ട് കണ്ടോ, എവിടെ അവസാനിച്ചോ അവിടെ നിന്നല്ല തുടങ്ങുന്നുണ്ട്. ഈ കണക്കിൽ പക്ഷെ അങ്ങനെയല്ല. ഇതിൽ കണ്ടോ 10 അവസാനിച്ചു 10 തുടങ്ങി. ഇതിൽ പക്ഷെ അങ്ങനെയല്ല, 22 അവസാനിച്ചു 23 തുടങ്ങി, 24 അവസാനിച്ചു 25 തുടങ്ങി. അപ്പോൾ ഇവിടെ ഒക്കെ എല്ലാത്തിലും ശ്രദ്ധിക്കുക, ഗ്യാപ്പ് എത്രയാണ് വരുന്നത്? ഒരെണ്ണത്തിൻ്റെ ഗ്യാപ്പ് 1, 22 to 23, 24 to 25, അങ്ങനെ ഇവിടെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് എത്രയാണ്? 1. അപ്പോൾ 1/2 ചെയ്യുക. 1/2 ചെയ്താൽ എത്ര കിട്ടും? 0.5. ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 21 നിന്നും 0.5 കുറയ്ക്കുക, 22 നിന്ന് 0.5 കൂട്ടുക. അടുത്ത ക്ലാസ്സിൽ എഴുതുമ്പോൾ 23 നിന്ന് 0.5 കുറയ്ക്കുക, 24 നിന്ന് 0.5 കൂട്ടുക. ലോവർ ബൗണ്ടിൽ നിന്ന് കുറയ്ക്കുക, അപ്പർ ബൗണ്ടിൽ നിന്ന് കൂട്ടുക. അപ്പോൾ എന്താവും നോക്കൂ, കണ്ടോ എല്ലാം ഈക്വൽ. അപ്പോൾ 20.5 to 22.5, 22.5 to 24. അപ്പോൾ എവിടെ അവസാനിച്ചോ അവിടെ നിന്ന് തന്നെ തുടങ്ങി. ഇനി ഈ ക്ലാസ്സും ഇതിനെ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫ്രീക്വൻസി ഏതാണ് നോക്കുക. ഇതിൽ 22 ഏറ്റവും വലിയ ഫ്രീക്വൻസി. അപ്പോൾ അതിന് നേരെ വരുന്ന ക്ലാസ്സാണ് മോഡൽ ക്ലാസ്. അപ്പോൾ മാക്സിമം ഫ്രീക്വൻസീസ് 22. ഇവിടെ ഇതാണ് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്, 22 എന്നാണ് എഴുതേണ്ടത്. സോ ദ മോഡൽ ക്ലാസ് ഈസ് 24.5 to 26.5. ഇനി മോഡൽ ഇതിൻ്റെ ഫോർമുല എഴുതുന്നു. എന്താണ് എൽ എന്ന് പറഞ്ഞാൽ? ഇതാ 24.5 ആണ് എൽ. F1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് മോഡൽ ക്ലാസ്സിന് നേരെ ഉള്ളത് F1 22, അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 13 F0, തൊട്ട് പുറകിലുള്ളത് F2. ക്ലാസ് ഇൻ്റർവൽ പറഞ്ഞാൽ ഇതിൻ്റെ എത്രയാണ് വ്യത്യാസം വരുന്നത് നോക്കുക. 26.5 നിന്നും 24.5 വ്യത്യാസം 2. ക്ലാസ്സും കിട്ടി, ഇൻ്റർവൽ 2. അപ്പോൾ ഈ മോഡൽ ക്ലാസ്സിന് നേരെ ഉള്ളത് F1, തൊട്ട് പുറകെ ഉള്ളത് F0, തൊട്ട് ബാക്കിലുള്ളത് മുന്നിലുള്ളത് F2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഈ കിട്ടിയ വാല്യൂവിനെ വേണം 24.5ൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടി? 25.36 കിട്ടി. അപ്പോൾ അങ്ങനെ 3 മോഡുണ്ട്: റോ ഡാറ്റ, ഡിസ്ക്രീറ്റ് ഡാറ്റ ആൻഡ് കണ്ടിന്യൂസ്.